നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മര്യാദയ്ക്ക് കരാറിൽ ഒപ്പിടണം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം. ചർച്ചയ്ക്കെത്തിയ വൊളോഡിമിർ സെലൻസ്കിയെ പറപ്പിച്ച് ട്രംപ്. റഷ്യയ്ക്ക് കുഴലൂത്ത് നടത്തുന്ന അമേരിക്കയോട് കൂടുതലൊന്നും പറയാനില്ലെന്ന് സെലൻസ്കി. ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് വൈറ്റ് ഹൌസ് വിട്ടിറങ്ങി സെലൻസ്കി. അടുത്ത കാലത്തൊന്നും കാണാത്ത നയതന്ത്ര ഏറ്റുമുട്ടലിനാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് സാക്ഷ്യം വഹിച്ചത്. സെലൻസ്കി മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്ന് ട്രംപ് ചോദിച്ചു. ഇരുവരും തമ്മിൽ ഓവൽ ഓഫീസിൽ ഏറ്റുമുട്ടിയത് തത്സമയം ലോകം കണ്ടു. അതിരൂക്ഷമായ വാക്പോരാണുണ്ടായത്. വൈറ്റ് ഹൌസ് വിട്ട് പുറത്തു പോകാൻ സെലൻസ്കിയോട് ട്രംപ് ആജ്ഞാപിച്ചതുൾപ്പെടെ ലോകം കണ്ടു. യുഎസിലെ യുക്രൈൻ അംബാസഡർ ഒക്സാന മർക്കറോവയും സമീപത്തുണ്ടായിരുന്നു. ഇരു നേതാക്കളുടെയും വാക്ക് തർക്കത്തിനിടെയുള്ള ഒക്സാനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഓവൽ ഓഫീസിലെ ചർച്ച തുടങ്ങിയത്. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇല്ലാതെയായിരുന്നു ചർച്ച. വൈസ് പ്രസിഡന്റും യുക്രൈന്റെ രൂക്ഷ വിമർശകനുമായ JD വാൻസനുമാണ് വിദേശകാര്യ സെക്രട്ടറിക്ക് പകരമുണ്ടായിരുന്നത്. സെലൻസ്കിക്ക് സമാധാനം പുലരണമെന്ന് താൽപര്യമില്ലെന്നും അനാദരവ് കാട്ടിയെന്നും ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ആഞ്ഞടിച്ചു. ട്രംപിന്റെ എല്ലാ നിർദ്ദേശങ്ങളും സെലൻസ്കി തള്ളി. ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള വാക്പോര് 40 മിനിറ്റോളമാണ് നീണ്ടുനിന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ കൊണ്ടാണ് സെലൻസ്കി പന്താടുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. 3 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ നിന്ന് ഉടൻ പിന്മാറണമെന്ന് ട്രംപിന്റെ ആവശ്യം സെലൻസ്കി നിരസിച്ചതിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ട്രംപ് ആക്രോശിച്ചുകൊണ്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയതും. അമേരിക്ക നൽകിയ സഹായങ്ങൾക്ക് നന്ദി വേണമെന്നാവശ്യപ്പെട്ട ട്രംപ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും നിങ്ങളുടെ ജനങ്ങൾ കൂട്ടത്തോടെ മരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. നിങ്ങൾക്ക് വെടിനിർത്തൽ ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്കും അത് ആവശ്യമില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഇതിന് തിരിച്ചടിയായി ഞങ്ങളുടെ രാജ്യത്ത് അതിക്രമിച്ചു കയറിയ ഒരു കൊലയാളിയുമായി ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് പറഞ്ഞു. സെലൻസ്കി യുഎസിനോട് കാണിക്കുന്നത് നന്ദികേടാണെന്ന് ട്രംപ് ആവർത്തിച്ചു. റഷ്യയുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പിടണമെന്നും ഇല്ലെങ്കിൽ പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്നും അമേരിക്ക സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഇതിനു മറുപടിയായി സെലൻസ്കി കഴിഞ്ഞ 3 വർഷമായി റഷ്യ അതിക്രൂരമായിട്ടാണ് യുക്രൈൻ ജനതയോട് പെരുമാറുന്നതെന്നും കുട്ടികളെ പോലും തട്ടിക്കൊണ്ടുപോയതായും പറഞ്ഞു. ചർച്ചയുടെ അവസാനം തർക്കം മൂത്തപ്പോൾ ട്രംപ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. നേരത്തെ റഷ്യയുമായി വിവിധ കാര്യങ്ങളിൽ ധാരണയുണ്ടായിരുന്ന കാര്യം സെലൻസ്കി ചൂണ്ടിക്കാട്ടിയപ്പോൾ അതൊക്കെ വേറെ വ്യക്തികൾ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്താണെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. മുൻ പ്രസിഡന്റുമാരായിരുന്ന ജോ ബൈഡനെയോ ഒബാമയെയോ പുടിൻ ബഹുമാനിച്ചിരുന്നില്ലെന്നും എന്നാൽ തന്നെ ബഹുമാനമാണെന്നും ട്രംപ് പറഞ്ഞു. ഓവൽ ഓഫീസിൽ കയറിയിരുന്ന അഹങ്കാരം പറയുന്നു. ഞാൻ പറയുന്നിടത്തൊപ്പിടുക, അല്ലെങ്കിൽ നശിക്കാൻ തയ്യാറാകുക എന്ന രീതിയിലായിരുന്നു ചർച്ചയിലുടനീളം ട്രംപ് നിലപാട് സ്വീകരിച്ചത്. അമേരിക്കയോട് നന്ദി പറയാൻ സെലൻസ്കിയെ ട്രംപ് നിർബന്ധിച്ചു. $35,000 കോടി സഹായം അമേരിക്ക യുക്രൈന് നൽകിയ കാര്യം ഓർമ്മിപ്പിച്ച ട്രംപ് നിങ്ങൾക്ക് സൈനികോപകരണങ്ങൾ പോലും ഇല്ലായിരുന്നുവെന്ന് സെലൻസ്കിയോട് പരിഹസിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. അപൂർവ ധാതു കരാറിൽ ഒപ്പുവയ്ക്കാൻ യുഎസിലെത്തിയപ്പോഴാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച വാക്ക് തർക്കത്തിൽ കലാശിച്ചതിനെ തുടർന്ന് കരാറിൽ ഒപ്പുവയ്ക്കാതെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് മടങ്ങുകയായിരുന്നു. യുക്രൈന്റെ അത്യപൂർവ ധാതു സമ്പത്തിൽ ഒരു പങ്കിന്റെ അവകാശം യുഎസിന് നൽകുന്നതിനുള്ള കരാറായിരുന്നു ഒപ്പിടേണ്ടിയിരുന്നത്. നന്ദിയില്ലാത്ത ആളാണ് സെലൻസ്കി എന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ നിങ്ങൾ ഒരിക്കലെങ്കിലും അമേരിക്കയോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസും അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചു. യുക്രൈൻകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ താങ്കൾ എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് വാൻസിനോട് സെലൻസ്കി തിരിച്ചു ചോദിച്ചു. റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിന് നൽകിയ സഹായത്തിന് പ്രതിഫലമായാണ് യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങളിലെ വരുമാനത്തിന്റെ ഒരു പങ്ക് യുഎസ് ആവശ്യപ്പെടുന്നത്. പുടിൻ റഷ്യ അധിനിവേശം നടത്തി യുക്രൈന്റെ വലിയൊരു ഭാഗം അധീനതയിലാക്കി. 2014 മുതൽ ക്രിമിയയിലടക്കം കയ്യേറ്റം നടത്തിയ കാലത്തൊന്നും പുടിനെ US പ്രസിഡന്റുമാർ ആരും തടഞ്ഞില്ല എന്ന് സെലൻസ്കി തിരിച്ചടിച്ചു. ജനങ്ങൾ മരിച്ചു വീഴുകയാണ്. 2019 പുടിനുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതാണ്. എന്നാൽ അതിനുശേഷവും കരാർ പുടിൻ ലംഘിച്ചു. തടവുകാരെ പരസ്പരം കൈമാറാനുള്ള കരാറിൽ ഒപ്പിട്ടിട്ടും പുടിൻ അതിന് തയ്യാറായില്ല. പിന്നെ എന്ത് നയതന്ത്രമാണ് നിങ്ങൾ പറയുന്നതെന്ന് വാൻസിനോട് സെലൻസ്കി ചോദിച്ചു.
സെലൻസ്കി ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഇതിനിടയിൽ കയറി ഇടപെടുകയായിരുന്നു ട്രംപ്. നിങ്ങളിപ്പോൾ സുരക്ഷിതാവസ്ഥയിലല്ല ഉള്ളതെന്നും മൂന്നാം ലോക മഹായുദ്ധം ക്ഷണിച്ചു വരുത്തുകയാണോ എന്നും ട്രംപ് ദേഷ്യം കൊണ്ട് ചോദിച്ചു. അമേരിക്കയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ട്രംപിനോട് മാപ്പ് പറയുന്ന പ്രശ്നമില്ല എന്ന് സെലൻസ്കി വ്യക്തമാക്കി. ട്രംപുമായുള്ള ചർച്ച അലസിപ്പിരിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു സെലൻസ്കി നിലപാട് വ്യക്തമാക്കിയത്. ചാനൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും സെലൻസ്കി താൻ മാപ്പ് പറയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ഇക്കാര്യം പറഞ്ഞത്. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളതായി കരുതുന്നില്ല എന്ന് സെലൻസ്കി പറഞ്ഞു. അമേരിക്ക നൽകിയ എല്ലാ സഹായങ്ങളോടും യുക്രൈന് നന്ദിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രസിഡന്റ് ട്രംപും അമേരിക്കൻ കോൺഗ്രസും നൽകിയ സഹായങ്ങൾ ഒരിക്കലും മറക്കില്ലെന്നും സെലൻസ്കി മറുപടി കൊടുത്തു. കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പുടിനോട് ആവശ്യപ്പെടേണ്ടത് ട്രംപ് ആണെന്നും സെലൻസ്കി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ വാക്കുകൾ താൻ ഇപ്പോഴും വിശ്വസിക്കുന്നതായും സെലൻസ്കി വ്യക്തമാക്കി. വേണമെങ്കിൽ ട്രംപുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. പുടിനെ തനിക്ക് തീരെ വിശ്വാസമില്ല എന്ന് സെലൻസ്കി വെളിപ്പെടുത്തുകയായിരുന്നു. യുക്രൈനെ പിന്തുണച്ച് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ ഡെമോക്രാറ്റുകളുടെ പിന്തുണയും സെലൻസ്കിക്കാണ്. ഇതിനിടെ സെലൻസ്കിയെ പന്നി എന്ന് വിളിച്ചുകൊണ്ട് യുദ്ധം വ്യാപിപ്പിക്കാൻ റഷ്യ കളത്തിലിറങ്ങി നീക്കം തുടങ്ങിയിരിക്കുകയാണ്. റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ യുക്രൈന്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്നു US. എന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ യുക്രൈനോട് അകലവും റഷ്യയോട് അടുക്കുകയും ചെയ്യുന്ന വിദേശ നയമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. സൗദിയിൽ യുക്രൈനെ പങ്കെടുപ്പിക്കാതെ റഷ്യയുമായി ചേർന്ന് യുക്രൈൻ സമാധാന ഉച്ചകോടി നടത്തി. ട്രംപ് സെലൻസ്കിയെ ഏകാധിപതിയെന്നും വിളിച്ച് അപമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെലൻസ്കിയോടുള്ള നിലപാട് ട്രംപ് മയപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വൻതോതിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന തരത്തിലാണിപ്പോൾ പ്രചാരണം വരുന്നത്. യുദ്ധത്തിനും ഏകാധിപതികൾക്കുമൊപ്പമാണ് ട്രംപും വാൻസുമെന്ന് സെലൻസ്കിയെ മാപ്പ് പറയിപ്പിക്കാനാണ് അവരുടെ ശ്രമമെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ പലരും കുറിച്ചിട്ടുണ്ട്. എന്തായാലും വിഷയം ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ആത്മാഭിമാനത്തിന് മുറിവേറ്റ് നിൽക്കുകയാണ് യുക്രൈൻ. ട്രംപിനോട് മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് സെലൻസ്കി ആവർത്തിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.